യേശുക്രിസ്തുവാകുന്ന ദേവാലയത്തിലേക്ക് അനുദിനം പ്രവേശിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ്റെ ദേവാലയ ശുദ്ധീകരണം. 3 പടികളായി ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. പെസഹ ആഘോഷിക്കുവാൻ ജെറുസലേം ദേവാലയത്തിൽ കടന്നു വരുന്ന ക്രിസ്തു. നിയമാവർത്തന പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യത്തിലും പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും ആണ്ടിൽ 3 പ്രാവശ്യം നിങ്ങളുടെ എല്ലാ പുരുഷന്മാരും നിങ്ങളുടെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവൻ്റെ സന്നിധിയിൽ വരണം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും ആഴ്ചയുടെ പെരുന്നാളും കൂടാര പെരുന്നാളുമാണ് ഈ 3 തിരുനാളുകൾ. യേശു പെസഹായുടെ സമയമായപ്പോൾ ജെറുസലേത്തിലേക്ക് പോയി എന്ന് സുവിശേഷത്തിൽ നാം കാണുന്നു. ഈജിപ്തിൽ നിന്ന് യഹൂദജനതയെ ദൈവം വിളിച്ചതിൻ്റെ ആഘോഷവും ഓർമ്മയും ആണ് പെസഹ. ദേവാലയ ശുദ്ധീകരണം ഒരു 2-ാം പെസഹ അനുഭവമാണ്. ദേവാലയം ഒരു കടന്നുപോകൽ അനുഭവമാണ്. ദൈവം എന്നിലൂടെയും ഞാൻ ദൈവത്തിലൂടെയും ഉള്ള ഒരു കടന്നുപോകൽ. അതിൻ്റെ എതിരനുഭവമായിരുന്നു ജെറുസലേം ദേവാലയത്തിൽ ക്രിസ്തുനാഥൻ കണ്ടത്. വിജാതീയ മണ്ഡപത്തിൽ യഹൂദ നാണയങ്ങൾ റോമൻ നാണയങ്ങളുമായി മാറ്റിവാങ്ങി ബലിമൃഗങ്ങളെ വാങ്ങുന്നത് ബലിയർപ്പിക്കുക എന്ന ആത്മീയതയേക്കാൾ അധികമായി കച്ചവടം ചെയ്ത് സമ്പത്തുണ്ടാക്കുക എന്ന വാണിജ്യ പ്രാധാന്യത്തിലേക്കും ദേവാലയത്തെ വാണിജ്യ ചന്തയ്ക്ക് തുല്യമായി മാറ്റുകയും ചെയ്ത സാഹചര്യത്തിലാണ് യേശുവിൻ്റെ ദേവാലയ ശുദ്ധീകരണം നടക്കുന്നത്. 2. ക്രിസ്തുവിൻ്റെ ദേവാലയ ശുദ്ധീകരണം. പെസഹായുടെ നിറവനുഭവം ആകേണ്ട ദേവാലയത്തിലെ നിരർത്ഥകമായ പ്രവൃത്തികളെ ക്രിസ്തു ആട്ടിപ്പായിക്കുകയാണ് ദേവാലയ ശുദ്ധീകരണം വഴിയായി. തിന്മകൾക്ക് മുകളിലൂടെയുള്ള ക്രിസ്തുവിൻ്റെ കടന്നുപോക്ക്. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെ ദേവാലയ പരിസരത്തിൽ നിന്നും പുറത്താക്കി. ക്രിസ്തു തൻ്റെ പിതാവിൻ്റെ ആലയത്തെ അതിൻ്റെ ശരിയായ അവസ്ഥയിലേക്ക്, വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പിതാവ് എന്ന് ദൈവത്തെ ക്രിസ്തുനാഥൻ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഭാഗമാണ് ഈ സുവിശേഷം. ക്രിസ്തുവും പിതാവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മധ്യേ നിലകൊള്ളേണ്ടവരാണ് നാം. അതിനാണ് ദേവാലയം. അവിടെ പിതാപുത്ര ബന്ധത്തിൻ്റെ ആത്മീയ ബന്ധത്തിന് പകരമായി ഏത് കച്ചവടവും ക്രിസ്തുവിനെ പ്രകോപിപ്പിക്കും. 3 ദിവസം കൊണ്ട് ഞാൻ ഈ ദേവാലയത്തെ പുനർനിർമ്മിക്കും. 40 സംവത്സരങ്ങൾ കൊണ്ട് പണിത ഈ ദേവാലയം സ്ഥായിയല്ല എന്ന് ക്രിസ്തുനാഥൻ പറഞ്ഞു വയ്ക്കുകയാണ്. സ്ഥായിയായി താൻ നിർമ്മിക്കുവാൻ പോകുന്ന തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ വിവക്ഷിക്കുന്നത്. ഒരു 3-ാം പെസഹ അനുഭവത്തിലൂടെ കർത്താവ് കടന്നുപോകും എന്നതിൻ്റെ സമ്പൂർണ്ണ അർത്ഥത്തിലേക്ക് ഈ ദേവാലയ നിർമ്മാണത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ വചനം നിലകൊള്ളുകയാണ്. നീ കടന്നു പോകുന്ന ഈ ദേവാലയത്തിൽ നിന്നും നീ കടന്നു പോകേണ്ട ക്രിസ്തുവാകുന്ന സമ്പൂർണ്ണ ദേവാലയ അനുഭവത്തിലേക്ക്, പെസഹ അനുഭവത്തിലേക്ക് ക്രിസ്തു ഏവരെയും ക്ഷണിക്കുകയായിരുന്നു. ക്രിസ്തു തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ച് പറയുന്നത് ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെ തെളിവ് ചോദിക്കുമ്പോഴാണ്. എന്ത് അധികാരത്തിലാണ് നീ ഇത് ചെയ്യുന്നത് എന്നതിൻ്റെ തെളിവ് ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന്. ക്രിസ്തുവിൽ നമുക്കുള്ള അധികാരവും ക്രിസ്തുവിന് നമ്മളിലുള്ള അധികാരത്തിൻ്റെയും പുതിയ അനുഭവമാണ് ദേവാലയം അഥവാ ക്രിസ്തുവിലൂടെയുള്ള പെസഹ സമ്പൂർണത. പ്രിയമുള്ളവരെ, പെസഹ നാളിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൻ്റെതായി പിതാവിലേക്ക് സഞ്ചരിക്കാം. ദേവാലയ സത്യത്തെ ബോധ്യപ്പെടാം.
ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. മഹത്വപൂർണമാകും മുൻപത്തേതിലും അഴകുള്ളതായി മാറിയിടും. എന്നാലയം മഹത്വപൂർണമാകും മുൻപത്തേതിലും അഴകുള്ളതായി മാറിയിടും. എൻ പാറയും എൻ ശ്വാസവും നീ മാത്രം യേശുവേ, എൻ കീർത്തനത്തിൻ ധ്വനിയും നീ മാത്രം യേശുവേ. എൻ പാറയും എൻ ശ്വാസവും നീ മാത്രം യേശുവേ, എൻ കീർത്തനത്തിൻ ധ്വനിയും നീ മാത്രം യേശുവേ. ഓ വലിയവനും സ്തുത്യനും ആനന്ദ സന്തോഷവും, വലിയവനും സ്തുത്യനും ആനന്ദ സന്തോഷവും, നീതിയും കിരീടവും നിന്നിൽ തന്നെ യേശുവേ. നീതിയും കിരീടവും നിന്നിൽ തന്നെ യേശുവേ. നഷ്ടമായി പോകില്ലെന്നൊരു വിധയും, നൂറുമേനി നന്മകള നടത്തിടുന്നു. നഷ്ടമായി പോകില്ല ഒരു വിധയും, നൂറുമേനി നന്മകളാൽ നടത്തിടുന്നു. ഇളകിപ്പോകില്ല ഈ അടിസ്ഥാനം, താണുപോകില്ല ഈ ആലയം. ഇളകിപ്പോകില്ല ഈ അടിസ്ഥാനം, താണുപോകില്ല ഈ ആലയം. ഓ വലിയവനും സ്തുത്യനും ആനന്ദ സന്തോഷവും, വലിയവനും സ്തുത്യനും ആനന്ദ സന്തോഷവും, നീതിയും കിരീടവും നിന്നിൽ തന്നെ യേശുവേ. നീതിയും കിരീടവും നിന്നിൽ തന്നെ യേശുവേ. വാഗ്ദത്തവും നാളെ ഞാൻ കണ്ടിടും നിശ്ചയമായി. ഇന്നു ഞാൻ കേട്ടതാം വാഗ്ദത്തവും നാളെ ഞാൻ കണ്ടിടും നിശ്ചയമായി. മാറിപ്പോകാത്തായൻ നിർണയം ആലയത്തെ എന്നും ശ്രേഷ്ഠമാക്കി. വലിയവനും സ്തുത്യനും ആനന്ദ സന്തോഷവും, വലിയവനും സ്തുത്യനും ആനന്ദ സന്തോഷവും, നീതിയും കിരീടവും നിന്നിൽ തന്നെ യേശുവേ. നീതിയും കിരീടവും നിന്നിൽ തന്നെ യേശു.
യേശുവിൻ വാക്കുകൾ മാറുകില്ല.